ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിത് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ ഫീലിങ്സുകൾ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ ഫീലിങ്സുകൾ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അവർക്ക് ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഉള്ള ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അവരുടെ ഒരു ഫീലിങ്സ് എന്താണ്, ഈ ഒരു സമയത്ത് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയാണ്, അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവരെ സ്വയം വിലയിരുത്തുന്ന, അല്ലെങ്കിൽ അവരോട് തന്നെ ചോദിക്കുന്നു, ഈ ഒരു കഴിഞ്ഞു പോയ കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പും നിങ്ങളെയും ഒക്കെ വെച്ചിട്ട് അവരെ തന്നെ വിലയിരുത്തുകയാണ്. അപ്പോൾ നിങ്ങളോട് ചെയ്ത കുറേ അവഗണനകൾ, തെറ്റുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളോട് ചെയ്തതൊക്കെ ശരിയാണോ എന്ന് ഇവരെ സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നു. എന്നിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് അവർ മൊത്തത്തിലൊന്ന് വിലയിരുത്തുകയാണ്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറേ പ്രശ്നങ്ങൾ തൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, കുറേ തെറ്റുകൾ അവർക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മെയിനായിട്ട് കിട്ടുന്ന ഒരു അവരുടെ ഫീലിങ്സ് ആയിട്ട് വരുന്നത്. ആ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അവർ ആ തെറ്റുകളൊക്കെ തിരുത്തണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. ആ ഒരു തെറ്റുകളെല്ലാം തിരുത്തി ഇനി മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജീസ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒട്ടും ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അത്തരത്തിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റി ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് പോലും ഈ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യം അവർ മനസ്സിലാക്കിയാണ്. അപ്പോൾ അതിന് ഈ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി വരാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഒരു അടിത്തറ വേണം, അടിത്തറ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് എനർജിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അതുവഴി ഈ ഒരു റിലേഷൻഷിപ്പിനും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂടുതലായിട്ടും അവരുടെ മനസ്സിനും അതുപോലെ തന്നെ അവരുടെ ചിന്താഗതിയിലുമാണ് ഇവിടെ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ മനസ്സിൽ അവർ ഓരോ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർ മനസ്സിലിട്ട് ഓരോ കാര്യങ്ങൾക്ക് കൽപ്പിച്ചിരുന്ന വാല്യൂസ്, ഇതിനൊക്കെ പല ആളുകൾക്ക് അവർ കൊടുത്തിരുന്ന വാല്യൂസ്, ഇതിനെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവരുടെ ചിന്താഗതി തന്നെ മാറുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. അതുകൊണ്ട് തന്നെ ഒത്തിരിയധികം ചേഞ്ചസ് നിങ്ങളുടെയും അവരുടെയും റിലേഷൻഷിപ്പിലും വന്നു ചേരാനായിട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെ കൂടുതലായിട്ട് ഈ ഒരു മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ലൈഫിൽ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ കൂടുതൽ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു അവർ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഇതുവരെ ഈ ഒരു പേഴ്സൺ വളരെ സൈലന്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. ഈ റിലേഷൻഷിപ്പിൽ വലിയ എഫേർട്ട് ഒന്നും ഇടുന്നില്ല. നിങ്ങളായിട്ടൊരു ഈ ഒരു റൊമാൻറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ചെല്ലുന്ന സമയത്തായിരുന്നെങ്കിൽ പോലും അവരിങ്ങനെ അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറി അകന്ന് പോകാനായിട്ട് ശ്രമിച്ചിരുന്ന വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചിരുന്ന വ്യക്തികളായിരിക്കാം. ഒരു ലെസ് കോണ്ടാക്റ്റോ ഒരു നോ കോണ്ടാക്റ്റോ ഒക്കെ ആയിരുന്നിരിക്കാം. വലിയ മാറ്റങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ വരുന്നു എന്ന് തന്നെയാണ്. അപ്പൊ ഈ വ്യക്തി ഇപ്പോൾ റൊമാൻറ്റിക് ആയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ അതൊക്കെ പറയാനായിട്ട് ഒത്തിരി അവരെ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നിങ്ങളോട് വളരെ റൊമാൻറ്റിക് ആയ രീതിയിൽ സംസാരിക്കാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ ശരിക്കും തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. ആ ഒരു തെറ്റും ശരിയും ഒക്കെ അവർ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന ഒരു സത്യത്തെ അവർക്ക് കണ്ണുകൊണ്ട് കണ്ട് അത് ബോധ്യപ്പെടാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അവര് ആ ഒരു പുകമറയിൽ മറഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ഒരു പുകമറയുടെ മറവിലായിരുന്നു അവരുണ്ടായിരുന്നത്. ഇപ്പൊ അവർ ആ ഒരു പുകയിൽ നിന്നൊക്കെ പുറത്തേക്ക് കടന്നു വന്ന് തെറ്റ് ശരിയും ഒക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഈ വ്യക്തി. അപ്പൊ അങ്ങനെ ഒരു നമ്മൾ എന്ത് പറഞ്ഞാലും അതൊന്ന് സ്വീകരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുകയും മോശമായ രീതിയിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റാത്ത അവസ്ഥ തന്നെയായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് ആ ഒരു സമയത്ത് ഫോക്കസ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തു. അപ്പൊ ആ ഒരു സമയത്താണ് ആ വ്യക്തിക്ക് ഈ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു മാറ്റമല്ല ഇതെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഒത്തിരി വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് ഇതിനു മുന്നോ ഇവരിങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, എന്നിട്ട് ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരവരുടെ തനി സ്വഭാവം കാണിക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ എടുക്കുന്നുള്ളൂ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പ്രാവശ്യം നിങ്ങളുടെ പേഴ്സൺ വരുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒരു മാറ്റവുമായിട്ടല്ല. കാരണം സാഹചര്യങ്ങൾ കൊണ്ട് അവർ മാറിയതാണ്, അല്ലെ സാഹചര്യങ്ങളാണ് ഇവരെ ഇങ്ങനെ മാറ്റി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവരെ ചേസ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം ചേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചേസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു തരം നിങ്ങളോട് വളരെയധികം ഒരു ജലസ് ഉള്ള പോലെ, അസൂയ തോന്നുന്ന പോലെയൊക്കെ ഇവര് നിങ്ങളെ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെയൊക്കെ ഇവര് നോക്കി കാണുന്നതായിട്ടൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാള് നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പുറകെ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കാം. ഇപ്പൊ എന്തോരം അവർ അവഗണിച്ചാലും എന്തൊക്കെ മോശമായിട്ട് സംസാരിച്ചാലും ഒരു നല്ല രീതിയിൽ ഒന്ന് മിണ്ടി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ പെരുമാറി കഴിയുമ്പോഴോ നിങ്ങൾ അവരിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു ചെല്ലുന്നു, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ കെഞ്ചിക്കാൻ അപേക്ഷിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇത്രയും നാളുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നില്ല, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി പോകുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇപ്പൊ ഇതിന് ഇത്രയും നാളും എന്റെ പുറകെ ഇങ്ങനെ പട്ടിയെ പോലെ വാലാട്ടിക്കൊണ്ട് വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ, ഇപ്പൊ എന്തുകൊണ്ട് ഇത് ഫോളോ ചെയ്യുന്നില്ല, അവരെന്നെ ഫോളോ ചെയ്ത് വരുന്നില്ല, എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്, ഇനി അവരെ പൂർണ്ണമായിട്ടും നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞോ അല്ലെങ്കിൽ മറന്നു തുടങ്ങിയോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ന്യൂ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് വരെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ടുള്ള എനർജീസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് സമാധാനം കിട്ടുന്നില്ല, ഇവർക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല എന്നുള്ള എനർജി കിട്ടുന്നുണ്ട്. വീണ്ടും വീണ്ടും ഈ ഒരു ചെയ്തതും പറഞ്ഞു പോയതും അവഗണിച്ചതും കുറ്റപ്പെടുത്തിയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവര് റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാകാം, നിങ്ങൾ അതൊക്കെ വിട്ടിട്ട് പുതിയൊരു ഇതിലേക്ക് കടന്നു പോയിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ പുതിയ ഒരു സന്തോഷകരമായ ഒരു ഓപ്പർച്യൂണിറ്റികൾ കിട്ടി നിങ്ങൾ അതിലേക്കൊക്കെ മാറിപ്പോയിട്ടുണ്ടാകാം. പക്ഷെ ഈ വ്യക്തി ഇപ്പോഴും ഇനി ആ ഒരു പഴയ കാര്യങ്ങളിൽ തന്നെ കിടക്കുന്നതായിട്ടാണ് നമുക്ക് എനർജീസ് കിട്ടുന്നത്. പറഞ്ഞു പോയ പല കാര്യങ്ങളും ഓർത്തിട്ട് ആ സമയത്ത് അത് പറയേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഞാനത് പെരുമാറിയത് വളരെ മോശമായി പോയൊരു കാര്യമാണ് എന്നൊക്കെ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇവർ അതിനെക്കുറിച്ച് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി, അതിനുശേഷവും നിങ്ങൾ ഇവരുടെ പുറകെ ചെന്നിട്ടുണ്ടാകും, അന്നൊക്കെ ഇവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകും, ആ കാര്യങ്ങളും ഇവർ ഓർക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കോംപ്രമൈസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, എന്നിട്ടും ഞാനത് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നൊക്കെ ഓർത്ത് ഇവർ വളരെയധികം ദുഃഖിക്കുന്നു, വിഷമിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്.
ഇതൊക്കെയാണ് ഇവർക്ക് ഈ ഒരു മാനസിക സമ്മർദ്ദം കൊടുക്കുന്നത് എന്നാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് വളരെയധികം മാനസികമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടെൻഷനാണ് അവർക്ക് എപ്പോഴും. അതോടൊപ്പം തന്നെ ഒരു മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സ്പിരിച്വൽപരമായ രീതികളിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവരെ തന്നെ പിടിച്ചു നിർത്താനായിട്ട്, ഇവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു പരിധിവരെയൊക്കെ അത് ഇവർക്ക് ഒരു സമാധാനം കൊടുക്കുന്നുണ്ട് താനും. അപ്പൊ തെറ്റ് ഏറ്റു പറഞ്ഞു വന്നാൽ നിങ്ങൾ ക്ഷമിക്കുമോ? ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർ ചിന്തിക്കുന്നത് തെറ്റ് ഏറ്റു പറഞ്ഞു വന്നാൽ പോലും നിങ്ങൾ ക്ഷമിക്കില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നത് പോലെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. കാരണം അവർക്കറിയാം അത്രയും അവഗണനയും വേദനയും തന്ന ഒരു വ്യക്തിയോട് ആർക്കും ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളും ക്ഷമിക്കില്ല എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാനായിട്ട് കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരൊന്ന് പുറകോട്ട് ഇങ്ങനെ വലഞ്ഞു നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട്. കൂടുതലായിട്ടും ആ ഒരു എനർജീസ് കിട്ടുന്നുണ്ട്. വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയും അവരൊന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്നൊരു എനർജിയാണ് നമുക്ക് കൂടുതലായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനലായിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഈ ഒരു പേഴ്സണ് ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എല്ലായിടത്തും പരാജയമാണ് ഇവർക്ക് വരുന്നത്. എല്ലാ തരത്തിലും അവർ തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് 1 by 1 ആയിട്ട് കയറി വന്ന് ഈ ഒരു സിറ്റുവേഷനൊക്കെ കറക്റ്റ് ചെയ്ത് ഈ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കാലത്തെക്കുറിച്ച് അവർ സ്വപ്നം കാണുന്നുണ്ട്. അവർക്ക് അത്രയേറെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നെഗറ്റീവായി ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും അവർ ഉപേക്ഷിച്ചു എന്നുള്ളൊരു കാര്യവും നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒത്തിരിയധികം കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാനായിട്ട് കഴിയുന്ന ആ ഒരു തരത്തിലുള്ള ഒരു പ്രണയവുമായി അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ട് ആ ഒരു പ്രണയവുമായ വ്യക്തി നിങ്ങളെ സമീപിക്കാനുള്ള ഒരു ചാൻസ് ആണ് കൂടുതലായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അവർ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജീസിലെല്ലാം കാണുന്നത്. ഈ ഒരു സമയത്തും നിങ്ങളുടെ പേഴ്സണ് വളരെയധികം ഒരു തീവ്രമായ ഒരു പ്രണയമാണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അവർ നിങ്ങളെ തേടി വരും എന്നുള്ള ഒരു എനർജീസ് തന്നെ നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര ഫീലിങ്സുകളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ. ഓക്കെ, നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടെ ഒന്ന് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, soul messages from your person. Soul messages from your person. Soul messages from your person. Okay, soul messages from your person. Okay, നമുക്ക് ഫസ്റ്റ് മെസ്സേജ് കിട്ടുന്നത് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. ഓക്കെ, അവരെ നിങ്ങൾക്ക് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് തരാനായിട്ട് ഇതുവരെ തന്നതിനേക്കാൾ മെച്ചത്തിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. ഇപ്പോൾ അവരെ സ്നേഹിക്കുന്നത് ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് എന്ന് പറയുന്നു. ഐ ഡിഡ് നോട്ട് റിയലൈസ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, ഈ ഒരു സമയത്താണ് അവർ ഇത്രയും മുന്നേ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ സമയത്തോ അല്ലെങ്കിൽ ഇതൊരു സെപ്പറേഷനിലേക്ക് പോയ സമയത്തോ ലെസ് കോണ്ടാക്റ്റിലോ ഒന്നും ഇത് റിയലൈസ് ചെയ്തിരുന്നില്ല. അവർ മനസ്സിലാക്കിയിരുന്നില്ല ഇത്രയും ഒരു ആഴത്തിൽ ഈ ഒരു സ്നേഹം അവരുടെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോഴാണ് അവരത് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. ഐ കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് എന്നാണ് പറയുന്നത്. യു ആർ മൈ ഹാപ്പിനെസ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് അവർ ഈ ഒരു സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ, നിങ്ങളോട് വളരെ മോശമായി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ആ ഒരു സംസാരിച്ച വാക്കുകളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നു. ഐ നോ ഐ ഹേർട്ട് യു. ഓക്കെ, എനിക്കറിയാം എന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു എന്നുള്ളൊരു കാര്യം, ഞാൻ എന്നെ ഹർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം എനിക്കറിയാം എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഓക്കെ, ദിസ് ടൈം ഐ എം നോട്ട് റെഡി
ഗീവ് മീ ടൈം. ഓക്കെ, ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന്. ഈ ഒരു സമയം ഒട്ടും ഒരു റെഡിയല്ല, കുറച്ച് സമയം എനിക്ക് തരണം, നിങ്ങളിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം വേണം എന്നാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ സോൾ മെസ്സേജസിലൂടെ പറയുന്നത്. ഓക്കെ, കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗാർഡനിങ് ആണ്. സെക്കൻഡ് ക്ലൂ നെക്സ്റ്റ് മന്ത്. ഓക്കെ, ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ആക്ടിങ്, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ണൂർ ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1987, മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവിളിൽ മറുകിലുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. സിംഗിങ്, ലെറ്റർ എൽ. നമ്പർ 55, 1981, ലൈഫ് ചേഞ്ച്. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് റീഡിങ്ങിൽ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് ക്ലൂസിലും വന്നിരിക്കുന്നത്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. 1992, എക്സ്പെക്ട് മിറാക്കിൾ, ഒരു അത്ഭുതം സംഭവിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ജൂൺ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ഞാൻ ഓൾറെഡി റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ചേഞ്ചസ് ആണ് എന്ന് വിചാരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് എന്ന്. അതാണ് ഈ ഒരു ക്ലൂവും കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്പർ 42, ലെറ്റർ എ. നമ്പർ 31, ഫിസിക്കൽ ഫിറ്റ്നസ്, ഡ്രോയിങ്. 1978, number 49, tomorrow. Number 12, ഹെൽത്ത് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.